മെയിൻ ആയിട്ട് വരുന്ന വ്യത്യാസം എന്താന്ന് വെച്ചാല് ഇതിന്റെ ആണിയാണ്. എന്ന് പറഞ്ഞാല് സാധാരണ 1700 1800 വെക്കുന്ന ചെയർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ആണി എന്ന് പറഞ്ഞാല് സാധാ മരത്തിന്റെ തന്നെ ആണി കൊതയും കുടുമയും ഉണ്ടാക്കിയിട്ട് അതിൽ മരത്തിന്റെ ആണി വെച്ചിട്ടാണ് ഈ 1600 1700 ചെയർ നമ്മൾ യൂസ് ചെയ്യുന്ന ആണി ചെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ 900 അല്ലെങ്കിൽ 1000 ഉറുപ്പ്യക്ക് യൂസ് ചെയ്യുന്ന ചെയറിൽ നമ്മൾ ഇരുമ്പിന്റെ ആണിയാണ് അടിക്കുക. അത് കുറച്ചു കാലം കഴിയുമ്പോൾ തുരുമ്പ് പിടിക്കും. കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ കൂടിപ്പോയ ഒരു 5 കൊല്ലം. അതാണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത്. പിന്നെ ഞാൻ വേറൊരു കേസ് പറഞ്ഞുതരാം, നിങ്ങളൊന്നും കൊണ്ട് വരും. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മരത്തിന്റെ അല്ല ഇരുമ്പിന്റെ ആണ്. ഈ ഗ്യാപ്പ് ഉണ്ട് ഇവിടേക്ക് വന്നാൽ മനസ്സിലാവും. ഈ ഒരു ഗ്യാപ്പ് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഗ്യാപ്പാ ഈ കാണുന്ന ഈ ഗ്യാപ്പ്. ഇതെന്ന് പറഞ്ഞാല് കണ്ടോ, ഇതിന്റെ ഉള്ളിൽ അടിച്ചിട്ടുള്ളത് ആണിയാണ്, മരത്തിന്റെ ആണിയല്ല ഇരുമ്പിന്റെ ആണിയാണ്. ഇനി ഇത് കാണിച്ചാൽ ഇതില് ഇവിടെ ഒരു ഗ്യാപ്പും ഇല്ല. ഞാനിതാ അമർത്തിയാലും ഇവിടെ ഒരു ഗ്യാപ്പും കാര്യങ്ങളും ഇവിടെ വരാൻ പോകുന്നില്ല. ഇതാണ് ഈ രണ്ട് ചെയറിന്റെ വ്യത്യാസം വരുന്നത്. പിന്നെ ഉള്ളതാണ് ഈ ചെയറിന്റെ തിക്നെസ്. ഇതാ ഈ ചെയറിന് യൂസ് ചെയ്തിട്ടുള്ളത് 1 ഇഞ്ചിന് 1.25 ഇഞ്ചാണ് ഈ ചെയറിന്റെ വണ്ണം വരുന്നത്. ഇതാ ഇവിടെ 1.5 വരുന്നത്. അപ്പൊ തന്നെ ചെയറിന് റേറ്റ് വ്യത്യാസം തോന്നും. ഇനി കാലിന്റെ ഭാഗത്താണെങ്കിൽ ഇവിടെ 1.25. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 1.5. ഇതൊക്കെ തന്നെയാണ് ചെയറിൽ വിലക്ക് വരുന്ന വ്യത്യാസം. പിന്നെ വരുന്ന പോളിഷ്. ഇതിന്റെ മുകളിൽ ഒരു ഒറ്റ കോട്ട് പോളിഷ് ഇതിലടിച്ചു. ഒറ്റ കോട്ട് പോളിഷ് അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് 1000 രൂപയ്ക്ക് വിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ 900 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ കഴിയും. ഇത് 3 കോട്ട് പോളിഷാണ്. 2 കോട്ട് സീലറും 1 കോട്ട് മാറ്റും ആണ് ഇതിന്റെ മുകളിൽ കയറിയിട്ടുള്ളത്. ഇത് ഒരിക്കലും നമുക്ക് 1000 രൂപ അല്ല 1300 രൂപയ്ക്ക് പോലും നമുക്ക് ഈ ചെയർ കൊടുക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഇതാണെങ്കിൽ ഒരു ഒറ്റ കോട്ട് പോളിഷ് അടിച്ചിട്ടുള്ളൂ. സുഖമായിട്ട് നമുക്ക് 1000 രൂപയ്ക്ക് വിൽക്കാനും പറ്റും. നമുക്ക് എങ്ങനെ പോയാലും 1000 രൂപയ്ക്ക് ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഒരു ചെയർ വിൽക്കാൻ കഴിയില്ല. ഈ ചെയറിന്റെ കേസിലാണ് മെയിൻ ആയിട്ട് കസ്റ്റമർ വില ഇനിയും കുറയും, വില ഇനിയും കുറയും, വില ഇനിയും കുറയും. ഇത് ആകെ എത്രയല്ലേ ഉള്ളൂ, ഇതിന് ചെറിയ പോളിഷും കാര്യമൊന്നും ഇല്ലല്ലോ, വലിയ പണിക്കൂലൊന്നും ഇല്ലല്ലോ എന്നുള്ള കേസ് പറയും. പക്ഷേ ഇതിന് എല്ലാത്തിലും പണിക്കൂലിക്കാണെങ്കിലും ക്വാളിറ്റിക്കാണെങ്കിലും എല്ലാത്തിനും ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ ക്വാളിറ്റി പക്കാ രാപ്പകല് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ ഒരു കസ്റ്റമറിന് ഏകദേശം ചിന്തിച്ചാൽ തന്നെ കാര്യം മനസ്സിലാവും. ഒരു ചെയർ 900 രൂപയ്ക്ക് വെക്കണമെങ്കിൽ ആ ചെയറിൽ ആശേരിന്റെ കൂലി, പോളിഷ്, മരം, പിന്നെ അതിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് ഇട്ടാൽ കൂടെ അത് 1000 രൂപയ്ക്ക് എങ്ങനെ വിൽക്കും എന്നുള്ളത്. ഇപ്പൊ പ്രോഫിറ്റ് ഇട്ടാലും പിന്നെ എങ്ങനെ അത് 1000 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്നത് ഒരു കസ്റ്റമറിന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കേസുള്ളൂ. ഈ ചെയറിന് നമ്മൾ 10 ഇയർ കുത്തി പോണതിന് വാറണ്ടി എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ചെയറിന്. നേരെ മറിച്ച് ഈ ചെയറിന് ഞങ്ങൾക്ക് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. അപ്പം ഇത് കസ്റ്റമേഴ്സ് എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് സാധനങ്ങളും എടുക്കാൻ പറ്റുള്ളൂ. വില കുറയുമ്പോൾ ക്വാളിറ്റി മാത്രം കുറയുള്ളൂ, വേറെ ഒരു സാധനം കുറയില്ല. വില കൂടുമ്പോൾ